സുഹൃത്തുക്കളെ, നമ്മളൊരു ചീരയെ പറ്റി പറയുകയാണ്. അപ്പം നമ്മൾ ഇതാണ് ഒരു ചീര. ആ ചീരയാണിത്. ഇത് നമ്മൾ സാധാരണ കടകളിൽ കാണുന്ന ഒരു ചീരയാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാമായിരിക്കും. എന്നാലും നമ്മളത് ഞാൻ എൻ്റെ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടി ഈ ചീര വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കടകളിൽ കാണുന്നതാണ്. ഇതിൻ്റെ പേര് പാലക്ക് ചീര അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിനാച്ച് എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണ ഇത് കാണുന്ന ഉത്തരേന്ത്യയിൽ, തമിഴ്, കർണാടക, ദക്ഷിണേന്ത്യയിലും കാണാം. അപ്പോൾ നാമം എന്ന് പറഞ്ഞാൽ ബീറ്റ വൾഗാരിസ് വെറൈറ്റി എന്നാണ്. പിന്നെ ഇത് ഈ ചീനപ്പോഡിയേസിയോ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഇനമാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്തു വരുന്നത് നോർത്ത് ഇന്ത്യയിലെന്ന് പറയുമ്പോൾ മാർച്ച് മാസം കഴിഞ്ഞായിരിക്കും. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് നവംബർ മാസങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലപുഷ്ടിയുള്ള മണ്ണിലും ഇളകിയ മണ്ണിൽ കൃഷി ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇനം എന്ന് പറയുന്നത് 3-4 ഇനമുണ്ട്. അപ്പോൾ ഒരിനം ആൾഗ്രീൻ, പിന്നെ ഒരെണ്ണം പുസ ജ്യോതി, പിന്നെ പുസ ഹരിത്, പിന്നെ ഊട്ടി വൺ ജോബിനർ ഗ്രീൻ, പിന്നെ ഇനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് വീഡിയോ തുടർന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ ചുരുക്കമാണ്. അപ്പോൾ ഇത് വിത്ത് പാകുന്നതാണ് നമ്മൾ ഏത് സമയത്താണ് ഇത് നടുന്ന അനുസരിച്ചായിരിക്കും. അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ കാലാവസ്ഥ ഒക്കെ നോക്കിയാണ്, മണ്ണിൻ്റെ രീതിയൊക്കെ അനുസരിച്ചാണ് ഇത് നടേണ്ടത്. അപ്പോൾ 10 മുതൽ 20 സെൻറ്റിമീറ്റർ അകലത്തിൽ ജൈവവളം ചേർത്തൊക്കെ നടാം. അപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് നടുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ വിത്ത് പെട്ടെന്ന് കിളിക്കാനായിട്ട് ചാണകവെള്ളം കലക്കി ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിത്ത് കിളുക്കുവാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഇല കൂടുതൽ ഒരു വർഷം വരെ കൂടുതലിനടുത്ത് പരിചരിച്ചാൽ ഇതിൻ്റെ ഇല കൂടുതൽ ലഭിക്കും. പിന്നെ അത് കഴിഞ്ഞ് മൂത്ത് വരണമെങ്കിൽ അതിൽ കൂടുതൽ മാസങ്ങളൊക്കെ ഒരു 1.5 വർഷമൊക്കെ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിന് ചൂടിനെ പ്രതിരോധിക്കും. പിന്നെ നമ്മൾ തണുപ്പ് കാലത്തൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവൊക്കെ ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് വിത്താണെങ്കിൽ 1 മാസത്തിനുള്ളിൽ വിത്ത് പാകി 1 മാസത്തിനുള്ളിലാണ് ഇതിൻ്റെ ഇലയൊക്കെ തണ്ടോടുകൂടി നമ്മൾ പറിച്ചെടുക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ. ഇപ്പോൾ ഈ ചീര തളർന്നു പോയി, ഈ വെയിൽ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നത്. ഇതുപോലെ തണ്ടോടിയാണ് നമ്മളിത് ഉപയോഗപ്രദമാക്കുന്നത്. അപ്പം ഇത് എടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് തോരൻ വയ്ക്കാം, സൂപ്പ് വയ്ക്കാം, മറ്റ് കറികളുടെ കൂടെയൊക്കെ വയ്ക്കാമെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ പിന്നെ തുടർന്ന് ഈ ഇല പറിച്ചെടുക്കണമെങ്കിൽ 15 ദിവസം കഴിയണം. അപ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പല പ്രാവശ്യമായിട്ടൊക്കെ ഇത് നുള്ളി അടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് ഒരു കാര്യം കൂടിയുണ്ട്, ഇത് വളരെ വേഗം ഇത് പെട്ടെന്ന് പറിച്ചെടുത്ത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ ചീര ഇങ്ങനെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതന്നെ ഇലപ്പുള്ളി രോഗമുണ്ട്. ഇപ്പോൾ ഇതിന് ഒരു ഇലപ്പുള്ളി രോഗം കാണിക്കുന്നുണ്ട്. ഇതുണ്ട്. അപ്പോൾ ഇത് കടയിൽ കൊണ്ടുപോയതിൻ്റെ ഡാമേജ്, ഒരു പാക്കിങ്ങിൻ്റെ ഡാമേജാണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇലപ്പുള്ളി രോഗങ്ങളും തീനി പുഴു അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൃഷിക്കാരൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്കാലക്സ് 2 ml എടുത്തിട്ട് 2 ml ഒരു കുപ്പിയുടെ ഒരു അടപ്പിൻ്റെ അത്ര അതിൻ്റെ അടുത്ത് വരെ മതി. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ പകുതി അങ്ങോട്ട് വരുമെന്ന് തോന്നണം. 2 ml 3 ml അങ്ങോട്ട് വരുമെന്ന്. അതിൻ്റെ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇതിലാണ് ഇത് സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇത് ഒരു ബാർ സോപ്പ് അരിഞ്ഞിട്ട് നമ്മളൊരു തലേദിവസം 1 ലിറ്റർ വെള്ളത്തിൽ അരിഞ്ഞിടുക. എന്നിട്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു 50 മില്ലി വേപ്പെണ്ണ, ഇത്തിരി വെളുത്തുള്ളി, 2-3 വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ട് 2-3 എണ്ണം ചതച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടുത്ത ദിവസം തളിച്ചാലും ഇതുപോലെ കീടബാധയൊക്കെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്നാലും ഇതിൻ്റെ ഇല പറിക്കണമെങ്കിൽ 10 ദിവസങ്ങളും കഴിയണം. എന്നാലും അതിൻ്റെ വിഷമൊക്കെ ഇരിക്കുക. എന്നാൽ ജൈവവളമെങ്കിൽ അത്ര അങ്ങനെ കുഴപ്പമൊന്നുമില്ല. 10 ദിവസങ്ങളും കഴിഞ്ഞാലേ ഇതിൻ്റെ ഇല പറിക്കുക, അതിൻ്റെ കീടനൊക്കെ ഇരിക്കണ കാരണം.
അപ്പോൾ ജൈവ കീടനാശിനിയാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഈ 4 മാസം കഴിഞ്ഞാണ് ഇതിൻ്റെ വിത്ത് പാകമാവുന്നതെന്ന് ഇത് കൃഷി ചെയ്യുന്നവർ പറയുന്നത്. അപ്പോൾ ഇത് 2 ദിവസമെങ്കിലും സൂര്യപ്രകാശം കൊള്ളിച്ചിട്ട് അത് വിത്തൊക്കെ ശേഖരിക്കാം. പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറയണത് നമ്മുടെ ശരീരത്തിൽ മാംസങ്ങൾ നൽകുമെന്നാണ് പറയണത്. ഇതിൻ്റെ ഇലയിലും തണ്ടിലൊക്കെ മാംസമുണ്ട്, ധാതുക്കളുണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, മറ്റ് ലവണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇനിയും കൂടുതലായിട്ട് ഈ ഇതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പോൾ വീഡിയോ തുറന്ന് പോകണം, നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ തുറന്ന് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, താങ്ക്സ് കേട്ടോ.